ഹേ ഗൈസ്, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹേമന്ത്. വണ്ടികളാണ് എൻ്റെ പാഷൻ. ആ പാഷൻ തന്നെ എൻ്റെ പ്രൊഫഷനാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ഗ്യാരേജ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്, ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ. ഇപ്പോൾ ആ ഗ്യാരേജിലോട്ട് എത്താനായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കുറേ നാളത്തെ വർഷങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടും കൂടെയാണ് ആ ഗ്യാരേജ്. നമുക്കിതാ ഇപ്പോൾ ആ ഗ്യാരേജിൻ്റെ അടുത്തെത്താറായി. നമുക്ക് ആ ഗ്യാരേജിലോട്ട് പോവാം. അവിടെ പോയിട്ട് ബാക്കി അതിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യെസ് ഗായ്സ്, നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്തെത്തി. ഇത് പ്ലേസ് വന്നിട്ട് പള്ളിച്ചലാണ്, ട്രിവാൻഡ്രം പള്ളിച്ചൽ. നമ്മളിതാ എത്തി. ആ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നതാ ഒരു 100 മീറ്റർ മാറിയ നമ്മുടെ ഗ്യാരേജാണ്. യെസ് ഗായ്സ്, എൻ്റെ ഗ്യാരേജിൻ്റെ മുമ്പിലെത്തി. ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. കുറച്ച് സന്തോഷവും പറയാൻ പറ്റാത്തത്ര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ്. ഗ്യാരേജിൻ്റെ ഓപ്പണിംഗ് ആണ്. ടൈൽസിൻ്റെ വർക്ക് കിടക്കുകയാണ്. നമ്മൾ അകത്ത് കയറി കുറച്ച് ഷോർട്ട്സ് എടുക്കാനാണ് വന്നത്. പക്ഷേ ടൈൽസ് വർക്ക് കിടക്കണോണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള എൻട്രൻസ് ആണിത്. ഇത് നേരെ ചെന്ന് കാരണം വാഷിംഗ് ബേ ആണ്. നമുക്ക് 2 വാഷിംഗ് ബേ ആണുള്ളത്. രണ്ടിടത്തും ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് ഉണ്ട് കാറിൻ്റെ. ഇത് അണ്ടർ ബോഡി കോട്ടിങ്ങിനോട് പറ്റിയ ഒരു ലിഫ്റ്റിംഗ് ആണ്. ഇത് വീൽസോടെ പൊക്കുന്ന ഒരു ലിഫ്റ്റിംഗ്. നമുക്ക് 2 വാഷിംഗ് ബേ. ഇത് ക്ലീനിങ് ബേ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ETP ടാങ്കാണ്. നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടർ എല്ലാം കൂടെ ഇവിടെ വരും. ഓയിൽ, വാട്ടർ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വാട്ടർ പ്യൂരിഫൈ ചെയ്ത് നോർമൽ വാട്ടറായിട്ട് ഇതിൽ നിന്ന് ആ ടാങ്കിലോട്ട് പോകും. ഇത് തന്നെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജീസ്, അല്ല ഇതിൻ്റെ വർക്കിംഗ്. ഇത് നമ്മളൊരു വർക്കിംഗ് സ്പേസ് ആണ്. മാറ്റ് ഫിനിഷാണ് ഇവിടുത്തെ ടൈല്. ഇവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മാറ്റ് ഫിനിഷ് വന്നിട്ടുള്ളത്. സീലിംഗ് വർക്കെല്ലാം ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് പെയിൻറ്റിംഗ് ആണ്. പുട്ടിയിട്ട് പെയിൻറ്റിംഗ് വർക്ക്. ഇവിടെ ടൈൽസ് ഇന്ന് ഇട്ടതേ ഉള്ളൂ. ഇവിടെ കളർ ചേഞ്ച് ഉണ്ട്. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനാണ്. ഇവിടെ നമുക്ക് പതുക്കെ ചവിട്ടി കയറാൻ അനങ്ങല്ലേ, സെൻറ്ററിൽ ചവിട്ടി. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് കസ്റ്റമർ ലോഞ്ച്, ഓഫീസ് റൂം, എഡിറ്റിംഗ് റൂം എല്ലാം വരുന്നത്. ഇവിടെ ടൈൽസ് ഒന്നും ഫുൾ ഇട്ടില്ല. ഇതാണ് കസ്റ്റമർ ലോഞ്ച് ഏരിയ. ഇവിടെ ഒരു TV വരും. ഇവിടെ ഒരു റിസപ്ഷൻ കൗണ്ടർ. ഇത് നമ്മുടെ ഓഫീസ് റൂം. ഇത് വർക്കിംഗ് സ്പേസ് ആണ്. ഈ സൈഡിലാണ് വർക്കിംഗ് സ്പേസ്. ഈ സൈഡിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സൈഡ്. പിന്നെ ഇവിടെ നിന്നായാലും പുറത്തുള്ളൊരു വ്യൂ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്ന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം, എന്താണ് നടക്കുന്നതെന്ന് അറിയാം. ഓഫീസ് റൂമിലെ ഈ സൈഡിൽ നിന്ന് ഒരു ഓപ്പണിംഗ് സ്പേസ് ഉണ്ട്. ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടാണ് വരുന്നത്. അത് റാമ്പാണ്, റോളിംഗ് ടേബിൾ. വണ്ടികളൊക്കെ നിർത്തി അങ്ങ് കറക്കി കളിക്കാം. ബാക്കി ഈ സ്ഥലം ഫുള്ള് നമ്മൾ വർക്കിംഗ് സ്പേസ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റേത് കാറിൻ്റെ ലോഞ്ചിൻ്റെ റാമ്പാണ്. പിന്നെ ഇവിടെ എല്ലാം കുറേ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. സീലിംഗ് വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷേ കുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് വന്നാലേ ബാക്കി ആ ഒരു ഫിനിഷിങ്, നമുക്ക് ആ ഒരു ക്ലാരിറ്റി സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ 3D ഔട്ട് പോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണിച്ചാൽ ഇവിടെ ഇനാഗുറേഷനൊക്കെ ഉടനെ കാണും. എല്ലാം പ്ലാനിങ്ങിലാണ്. അതൊക്കെ ടൈൽസ് നെട്ടേ ഉള്ളൂ. വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇതെങ്ങനെയാണ് പരിപാടിയും കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോണ മെഷീൻസും എല്ലാമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുൾ സെറ്റ് ചെയ്ത് ഇറക്കാം. യെസ് ഗായ്സ്, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഗ്യാരേജിൻ്റെ നെയിം പറഞ്ഞില്ലായിരുന്നു. ബ്ലാക്ക് ബർത്താണ് നെയിം. അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേഷൻസ് ആയിട്ട് വരുന്നതാണ്. കാണാം. സ്റ്റേ ട്യൂൺഡ്.